ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പികം മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു വിധ ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. അങ്ങനെയാണ് ഈ ആശ്ലിയെ കാണുന്നതും ഈ പ്ലാനിങ്ങുകളെല്ലാം നമ്മൾ നടത്തിയതും, അല്ലേ അമ്മേ? അതേ മോളെ, ഇനി ഈ കഥയ്ക്ക് ഒരവസാനമുണ്ടാകണം. എല്ലാത്തിനെയും നശിപ്പിക്കാൻ ശേഷ മത്സ്യകന്യകയും അവളുടെ അമ്മ മഹാമത്സ്യറാണിയും എത്തിയിട്ടുണ്ട്. ഈ നാടകം നാളത്തോടെ നമ്മൾ അവസാനിപ്പിക്കണം. അതേ അമ്മേ, ഋഷിയേട്ടന്റെ മുന്നിൽ സത്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തും. എന്റെ പ്രതികാരവും ഞാൻ പൂർത്തിയാക്കും. ആ സീമ, ലളിത്, മെഹക്, മാധവൻ, ഹരീഷ്, എന്റെ ചേച്ചി ഗാഥയെ കൊല്ലാൻ ശ്രമിച്ചവരെയും കൊന്നവരെയും അതിന് കൂട്ടുനിന്നവരെയും എന്റെ അച്ഛനെ നശിപ്പിച്ചവരെയും ഒക്കെ പരലോകത്തേക്ക് പറഞ്ഞു വിടാതെ ഇനി എനിക്ക് സമാധാനം ഉണ്ടാകില്ല. ഇത്രയും പറഞ്ഞ് പ്രത ശേഷ മത്സ്യകന്യകയായി മാറി. മത്സ്യകന്യകയാണ് ഞാൻ, മത്സ്യകന്യക. മത്സ്യങ്ങളുടെ എല്ലാം മഹാമത്സ്യറാണിയായ മേഘയുടെ മകൾ. ചിറകുകളുടെ ശക്തിയുള്ള, പറക്കാൻ കഴിവുള്ള മത്സ്യകന്യക, ശേഷ മത്സ്യകന്യക. ആ ദിവസം അങ്ങനെ അസ്തമിച്ചു. തൊട്ടടുത്ത ദിവസം രാവിലെ 11 മണിക്കാണ് ഗുജറാൾ ഹൗസിൽ വെച്ചുള്ള ബിസിനസ് മീറ്റിംഗ്. മീറ്റിംഗിനായി പ്രതയും മഹിയും മേഘയും ഗുജറാൾ ഹൗസിലെത്തി. മീറ്റിംഗ് നടക്കുന്നുണ്ടെങ്കിലും ഋഷിയുടെ കണ്ണ് മുഴുവൻ പ്രതയുടെ മേലായിരുന്നു. മീറ്റിംഗിൽ പറയുന്ന ഓരോ കാര്യങ്ങളെക്കാളും വലുതായി ഋഷിയുടെ മനസ്സിൽ ഇരച്ചു കയറിയത് മറ്റെന്തൊക്കെയോ ആയിരുന്നു. മനസ്സിനെ നിയന്ത്രിക്കാനാകാതെ ഋഷി അവസാനം മീറ്റിംഗ് ബ്രേക്ക് എടുത്ത് റൂമിലേക്ക് പോയി. ഋഷി പോയ സമയം നോക്കി പ്രത ശേഷ മത്സ്യകന്യകയായി ഋഷിയുടെ മുറിയിലേക്ക് പറന്നിറങ്ങി മനുഷ്യരൂപം സ്വീകരിച്ചു. ഋഷി റൂമിലേക്ക് കയറി വന്നതും പ്രത കർട്ടന്റെ പിന്നിൽ മറഞ്ഞു നിന്നു. വന്നപാടെ തന്റെ കയ്യിലിരുന്ന ഫയൽ ഋഷി കട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. അതാരാ? അത് പ്രീതിയല്ല, എന്റെ പ്രതയാണത്, പ്രത. പക്ഷെ അവൾ മരിച്ചില്ലേ 1 മാസം മുൻപ്? തൂക്കുമരം ശിക്ഷയായി വിധിച്ച് മരിച്ച അവൾ തിരിച്ചു വന്നത് എങ്ങനെയാണ്? അവളൊരു സാധാരണ മനുഷ്യ സ്ത്രീയാണ്. മരണത്തിൽ നിന്നും തിരിച്ചു വരാൻ അവൾ അദൃശ്യ ശക്തിയുള്ള ദേവതയൊന്നുമല്ലല്ലോ. ഇതെല്ലാം കർട്ടന് പിന്നിൽ കേട്ടുനിന്ന പ്രത അതിന് മറുപടി പറഞ്ഞു. അതെ, ദേവതയാണ് എന്നും പറഞ്ഞ് അവൾ ഋഷിക്കരികിലേക്ക് വന്നു. ഋഷി ഞെട്ടലോടെ തിരിഞ്ഞതും പ്രതയെ കണ്ട് ഞെട്ടി. പ്രത എന്ന് ഋഷി അറിയാതെ മൊഴിഞ്ഞുപോയി. അതെ, പ്രത തന്നെ, മരിച്ചുപോയ പ്രത. ഈ മരിച്ചുപോയ പ്രത എങ്ങനെ തിരിച്ചു വന്നുവെന്ന് ഋഷിയേട്ടന് അറിയണമല്ലേ? ഗാഥ ചേച്ചിയെ എന്തിനാണ് ഞാൻ കൊന്നതെന്ന് ഋഷിയേട്ടന് അറിയണമല്ലേ? ഇപ്പോൾ ഈ തിരിച്ചു വരവിന്റെ ഉദ്ദേശവും ഋഷിയേട്ടന് അറിയണം അല്ലേ? അറിയാം, ഋഷിയേട്ടന് എല്ലാം അറിയും. കൺമുന്നിൽ നടക്കുന്നത് എന്തെന്ന് 4 വർഷങ്ങൾക്ക് മുൻപ് കണ്ണ് തുറന്നൊന്ന് നോക്കിയിരുന്നെങ്കിൽ സത്യം നിങ്ങൾക്ക് മനസ്സിലായേനെ ഋഷിയേട്ടാ. എല്ലാം പോട്ടെ, എനിക്ക് നിങ്ങൾക്കും പിറന്ന കുഞ്ഞിന്റെ മുഖമെങ്കിലും ഒന്ന് കാണാൻ പോലും വരാത്തത്ര എന്ത് മഹാപാപമാണ് ഞാൻ നിങ്ങളോട് ചെയ്തത്. കണ്ണ് തുറന്നൊന്ന് നോക്ക് ഋഷിയേട്ടാ, സത്യങ്ങൾ നിങ്ങളുടെ കൺമുന്നിലുണ്ട്. അതിനെ കയ്യെത്തി പിടിക്ക്. പ്രതയുടെ വാക്കുകളെല്ലാം കേട്ട് ഋഷി ഞെട്ടുന്നുണ്ടായിരുന്നു. നീ എങ്ങനെ ഇവിടെ വന്നു? ഞാൻ വളരെ വേഗത്തിൽ ഓടിയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. നീ എങ്ങനെ ഇത്ര പെട്ടെന്ന് ഞാൻ വാതിൽ കുറ്റിയിട്ട് ഈ റൂമിൽ കയറി? ഞാൻ പറഞ്ഞില്ലേ ദേവതയാണ് ഞാനെന്ന്? ഇത്രയും പറഞ്ഞ് പ്രത അപ്രത്യക്ഷയായി. പ്രത അപ്രത്യക്ഷമായതും ഒന്നും മനസ്സിലാകാത്ത കുഞ്ഞിനെ പോലെ ഋഷി ആകെ ചിന്താകുലനായി നോക്കുകയായിരുന്നു. ഈശ്വര, എന്താ ഇത്? ആ കുഞ്ഞ് യഥാർത്ഥത്തിൽ അപ്പോ എന്റെയും പ്രതയുടെയും കുഞ്ഞ് തന്നെയാണോ? അപ്പോ മെഹക്ക് എന്നോട് പറഞ്ഞത് കള്ളമായിരുന്നു. പ്രത മറ്റാരുടെയോ കുഞ്ഞിനെയാണ് വയറ്റിൽ ചുമക്കുന്നതെന്നും അതിനാൽ അവളുടെ ശിക്ഷ 4 വർഷത്തേക്ക് ശേഷം മാറ്റിവെച്ചെന്നൊക്കെ പറഞ്ഞതൊക്കെ എന്തിനായിരുന്നു? അല്ല, ഇപ്പോ എന്റെ മുന്നിൽ ഈ പ്രത്യക്ഷപ്പെട്ടത് അതാരാ? ഇതെല്ലാം എന്റെ തോന്നലാണോ? അഥവാ എന്റെ തോന്നലായിരുന്നാലും എന്റെ തോന്നലിൽ പ്രത നിരപരാധിയാണെന്ന് കാണിക്കുന്നത് എന്തിനാണ്? ശരിക്കും എന്തൊക്കെയോ നടക്കുന്നുണ്ട്. എന്റെ തോന്നലുകൾ ശരിയാണെങ്കിൽ യഥാർത്ഥത്തിൽ അപ്പോൾ തെറ്റുകാരി അതാരായിരിക്കും? ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഋഷിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അതേസമയം മെഹക്കും സീമയും അവരുടെ റൂമിൽ ചർച്ചയിലായിരുന്നു. മോളെ മെഹക്, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇന്നലെ അവർ വന്നതിന് പിന്നിലെ ഉദ്ദേശം എന്താ? എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമ്മുടെ ജീവൻ അപകടത്തിലാകും മോളെ. അമ്മേ, പ്രത തിരികെ വന്നതിന് പിന്നിൽ ഒറ്റ ഉദ്ദേശമേ ഉണ്ടാകുള്ളൂ, പ്രതികാരം. അവളുടെ ജീവിതം നശിപ്പിച്ചതിനുള്ള പ്രതികാരം. പക്ഷെ അവളിന്ന് ഒരു സാധാരണ പെണ്ണ് മാത്രമാണ്. ഞാൻ മത്സ്യങ്ങളുടെ എല്ലാം റാണിയാണ്, മത്സ്യറാണിയാണ്. ഇന്ദ്രനീലം കൈവശമുള്ള മത്സ്യറാണി. 1 നിമിഷം മതി എനിക്ക് അവളെ കൊല്ലാൻ. ഇന്നത്തോടെ അവളുടെ കഥ ഞാൻ കഴിക്കും. അമ്മ നോക്കിക്കോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. ഇത്രയും പറഞ്ഞ് മെഹക് ഋഷിയുടെ രൂപം സ്വീകരിച്ചു. ഇതെന്തിനാ മോളെ ഋഷിയുടെ രൂപം സ്വീകരിച്ചത്? അതമ്മേ, ഋഷി ഇപ്പൊ മുകളിലെ റൂമിലാ.
ഋഷിയുടെ രൂപത്തിൽ ഞാൻ ആ മീറ്റിംഗിലേക്ക് പോകും. ശേഷം പ്രതയെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവരും. പിന്നീട് അവളുടെ മരണമായിരിക്കും. ഇത്രയും പറഞ്ഞ് മെഹക് താഴത്തെ നിലയിലേക്ക് പോയി. അതേസമയം ഋഷി മീറ്റിംഗിലേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു. പക്ഷെ പോകാനായി ഋഷിക്ക് മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല. മഹിയുടെ ഫോണിലേക്ക് അരമണിക്കൂർ കഴിഞ്ഞ് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ഋഷി മെസ്സേജും അയച്ചിരുന്നു. മഹി തന്റെ ഫോണിൽ ആ മെസ്സേജ് വായിച്ചു തീർന്ന ഉടനെ ഋഷിയായി രൂപം മാറിയ മെഹക് അവിടേക്ക് വന്നു. മഹി പെട്ടെന്ന് പറഞ്ഞു, ഋഷി, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നുവോ? അരമണിക്കൂർ കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞിട്ട് എന്തു പറ്റി? അത് പിന്നെ എനിക്ക് പ്രീതിയോട് ഒരു അത്യാവശ്യ കാര്യം പറയണം. പ്രീതി, ഒന്ന് വരുമോ? അതേസമയം ഋഷിയുടെ ഫോണിലേക്ക് അവന്റെ സുഹൃത്ത് രൂപേഷ് വിളിക്കുന്നുണ്ടായിരുന്നു. ഋഷി, എന്റെ അമ്മയ്ക്ക് സുഖമില്ല, നീ കാറുമായി ഒന്ന് വരുമോ? ആ, ഞാൻ ദാ വരാം എന്ന് പറഞ്ഞ് ഋഷി കാറിന്റെ ചാവി തിരയാൻ നോക്കി. മഹാദേവ, ചാവി ആ മീറ്റിംഗ് നടക്കുന്ന റൂമിലാണല്ലോ, അങ്ങോട്ടേക്ക് പോകാം എന്ന് പറഞ്ഞ് ഋഷി മീറ്റിംഗ് നടക്കുന്ന റൂമിലേക്ക് പോയി. പ്രീതിയുടെ കൈ പിടിച്ച് പോകാനായി തുടങ്ങിയ ഋഷിയുടെ രൂപം ധരിച്ചു നിൽക്കുന്ന മെഹക്കിനെ കണ്ടുകൊണ്ടായിരുന്നു ഋഷി അങ്ങോട്ടേക്ക് കടന്നു വന്നത്. കൺമുന്നിൽ നടക്കുന്ന ദൃശ്യം കണ്ട് ഋഷി ഞെട്ടിപ്പോയി. തന്റെ അതേ രൂപമുള്ള ഒരാൾ, താനിപ്പോൾ അണിഞ്ഞിരിക്കുന്ന അതേ വേഷം, കൺമുന്നിൽ നടക്കുന്നത് എന്താണെന്ന് ഋഷി ഒരു നിമിഷം ചിന്തിച്ചു.